നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഇവിടെ അവർക്കിപ്പോൾ നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ എടുക്കുവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എല്ലാം അവസാനിപ്പിക്കണമെന്നും വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും അവർ ചിന്തിക്കുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവരെ കൊണ്ട് അതിനുള്ള ഒരു സിറ്റുവേഷനിലല്ല അവർ പോകുന്നത്. മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു മെസ്സേജാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, പക്ഷേ ആക്ഷൻ എടുക്കുന്നതിന് സമയം താമസിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ് കാരണം അവർക്കിപ്പോൾ അനങ്ങാൻ പോലും വയ്യാത്ത, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ആക്ഷൻ എടുക്കാൻ പോലും വയ്യാത്ത സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഒരു ചീറ്റിംഗ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മൈൻഡ് ഗെയിം ചെയ്യുക, നിങ്ങളടുത്ത് ചില വാക്കുകൾ തെറ്റായ രീതിയിൽ നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അവരെന്തോ കള്ളത്തരം പറഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരിപ്പം നിങ്ങളോട് കുറച്ച് നേരം നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം സംസാരത്തിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചിന്തകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർ ആ നെഗറ്റീവിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, രണ്ടുപേരും സംസാരിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന നെഗറ്റീവ് സിറ്റുവേഷനെ മാറ്റണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. ഓക്കെ, ഇത് കൂടുതൽ റെസനേറ്റ് ആകുന്നതിന് വേണ്ടി നിങ്ങളുടെ എനർജി കൂടി എടുക്കാം. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്? ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു ദേഷ്യത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു. അനുഭവിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ എല്ലാം ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, ഞാൻ ഇനി ഇമോഷണലായിട്ട് ഒരുപാട് തകർന്നു പോകുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ മെൻ്റലി സ്ട്രോങ് ആണ് എന്നുള്ള